സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ പുസ്തക നിറവ് 2025 എന്ന പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ ഇതിൻ്റെ ഭാരവാഹികളോട് നന്ദി പറയുന്നു. വായനയെപ്പറ്റി എനിക്ക് ആദ്യം പറയാനുള്ളത്, വായിക്കാതിരുന്നതുകൊണ്ട് ഒരാൾക്ക് പറ്റിയ ഒരു അമളിയെ പറ്റിയാണ്. നിങ്ങളത് വളരെ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അയാളുടെ സഹപാഠിനിയായ ഒരു പെൺകുട്ടിയോട് അയാൾക്ക് പ്രണയം തോന്നി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? അവൾക്കൊരു കത്ത് കൊടുക്കണം. പതിവ് പോലെ പുസ്തകത്തിനകത്ത് വെച്ച് ഒരു കത്ത് കൊടുത്തു. ആ കത്തിൽ എഴുതിയത്, എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമാണ്, നിനക്ക് എന്നോടും അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ നാളെ നീ ചുവന്ന ബ്ലൗസും ചുവന്ന പാവാടയും ധരിച്ചു വരണം, അത് എനിക്ക് അടയാളമാണ്. അപ്പോൾ പുസ്തകം കൊടുത്തു. പിറ്റേന്ന് അവൾ ഈ പുസ്തകം മടക്കി കൊടുത്തു. മഞ്ഞ ബ്ലൗസും മഞ്ഞ പാവാടയും കൊടുത്താണ് അവൾ വന്നത്. അപ്പോൾ നമ്മുടെ കാമുകൻ പതിവ് പോലെ നിരാശനായി പോട്ടേന്ന് വെച്ചു, നമുക്ക് ഭാഗ്യം വെച്ചു. വളരെ കാലം കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞ് അയാൾ വീട്ടിലെ പഴയ പുസ്തകങ്ങളൊക്കെ അടുക്കി വെക്കുമ്പോൾ ഇവൾക്ക് കൊടുത്തിരുന്ന ഈ പുസ്തകം, ഇവൾ തിരിച്ചു തന്ന പുസ്തകം ഒന്ന് മറിച്ചു നോക്കി. അപ്പം അതിലൊരു കത്തുണ്ട്, അത് അയാൾ കണ്ടിട്ടില്ല. ആ കത്തിൽ പറയുന്നുണ്ട്, എനിക്ക് നിന്നെയും വളരെ ഇഷ്ടമാണ്, എനിക്ക് ചുവന്ന ബ്ലൗസും ചുവന്ന പാവാട ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നാളെ മഞ്ഞ പാവാട ഇട്ട് വരുന്നത്, ബ്ലൗസ് ഇട്ട് വരുന്നത്. കണ്ടോ വായിക്കാത്തതിൻ്റെ നഷ്ടം. ആ പുസ്തകം, അയാൾ അവൾക്ക് കൊടുത്ത പുസ്തകം അവൾ തിരിച്ചു കൊടുത്ത പുസ്തകം അയാൾ വായിച്ചിട്ടില്ല. അയാൾ വായിച്ചിരുന്നെങ്കിൽ ആ കത്ത് കാണുമായിരുന്നു, സംഗതി എത്ര മാറിപ്പോകുമായിരുന്നു. അപ്പോൾ വായന കേട്ടോ, നിങ്ങൾ പ്രേമിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് വായിക്കുകയാണ്. അത് മനസ്സിലായല്ലോ? ഒരു പാഠം കിട്ടിയപ്പോൾ നമുക്ക് പ്രേമിക്കണമെങ്കിൽ പുസ്തകം വായിക്കണം. വായന എന്നുള്ള വാക്ക് സംസ്കൃതത്തിലെ വാദനം എന്നുള്ള വാക്കിൽ നിന്നുണ്ടായതാണ്. അപ്പൊ തബല വായിക്കാന്നാ പറയാം, അതാണ് തബലവാദനം. ചെണ്ട വായിക്കാന്നാ പറയാം. അപ്പോ ഇത് സംസ്കാരത്തിൻ്റെ ഏറ്റവും അടിയിലുള്ള സാധനം പുസ്തകമാണ് എന്ന് എല്ലാ സംസ്കാരക്കാർക്കും അറിയാം, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും അറിയാം. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അടിയിൽ നിങ്ങൾ ഗീത എന്നൊരു പുസ്തകം കാണും. ഗീത എന്ന് പറഞ്ഞാൽ പാടാനുള്ളത്. ക്രിസ്ത്യൻ സംസ്കാരത്തിൻ്റെ അടിയിൽ നിങ്ങൾ വേറൊരു പുസ്തകം കാണും, അതിൻ്റെ പേര് ബൈബിൾ എന്നാണ്. ബൈബിൾ എന്നുള്ള വാക്കിനർത്ഥം പുസ്തകം എന്നാണ്. ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ അടിയിലൊരു പുസ്തകം കാണും, അതിൻ്റെ പേര് ഖുർആൻ എന്നാണ്. ഖുർആൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വായിക്കാനുള്ളത് എന്നാണ്. ഖുർആൻ തുടങ്ങുന്നതിന് അങ്ങനെയാണ്, വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് സംസ്കൃതിയുടെ അടിയിൽ നിങ്ങൾ മൂലധനം എന്നൊരു പുസ്തകം കാണും. അങ്ങനെ എപ്പോഴും ഇപ്പോൾ ഫാസത്തിൻ്റെ അടിയിൽ നിങ്ങൾ ഹിറ്റ്ലറുടെ മെയിൻ കാഫ്, എൻ്റെ പോരാട്ടം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥ കാണും. ഹിറ്റ്ലർ അവകാശപ്പെട്ടിരുന്നത് ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ട പുസ്തകം എന്നാണ്. അത് 45 അത് നിരോധിച്ചു. ഇപ്പോൾ വീണ്ടും അത് വന്നിട്ടുണ്ട്, ജർമ്മനിയിൽ അത് ഭയങ്കരമായി വിറ്റുപോകുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എല്ലാം സൃഷ്ടിക്കുന്നതും എല്ലാം സംഹരിക്കുന്നതും പുസ്തകമാണ്. നിങ്ങളിപ്പോൾ ഗാന്ധിയൻ തത്വചിന്തയെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രധാനമായി 2 പുസ്തകങ്ങളാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥ, നിങ്ങൾ പേര് ഓർത്തിരിക്കേണ്ടതാണ്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ കഥ, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വേറെ ഒരു പുസ്തകം, അദ്ദേഹം പുസ്തകമായിട്ട് എഴുതിയ ഒരു സാധനം, അത് ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം എന്നാണ്. അപ്പൊ എന്ത് മനസ്സിലാക്കണമെങ്കിലും ഈ സാധനം വേണം. അപ്പൊ ഇപ്പൊ ഒരു ചോദ്യമുണ്ട്, പുസ്തകം വായിക്കേണ്ട ആവശ്യം എന്താ, പത്രം വായിക്കേണ്ട ആവശ്യം എന്താ? നമ്മളിപ്പോൾ മൊബൈലിൽ കാണുന്നുണ്ട്, ടി വിയിൽ കാണുന്നുണ്ട്. എന്താണ്? വാർത്തകൾ അറിയാൻ, വിവരങ്ങൾ അറിയാൻ, ഇൻഫർമേഷന് വേണ്ടി വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇൻഫർമേഷന് വേണ്ടി, വിവരങ്ങൾക്ക് വേണ്ടി വായിക്കേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഇല്ല. റേഡിയോ കേട്ടാൽ മതി, ടി വി കണ്ടാൽ മതി,
അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടാൽ മതി, അങ്ങനെ. പക്ഷെ വായിക്കുന്നത് വിവരങ്ങൾ അറിയാനാണോ എന്നുള്ള ഒരു അടിസ്ഥാന ചോദ്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പുസ്തകം വായിക്കുന്നത് വിവരങ്ങൾ അറിയാനല്ല. പിന്നെ എന്താണ് ആവശ്യം? ഒന്നാമത്തെ കാര്യം നമ്മുടെ ഭാവന വളരാനാണ്. അത് നമുക്ക് അറിഞ്ഞൂടാ. പട്ടിക്ക് ഭാവനയുണ്ടോ നമുക്ക് അറിഞ്ഞൂടാ. പശുവിന് ഭാവനയുണ്ടോ, പന്നിക്ക് ഭാവന ഉണ്ടെന്ന് അറിയില്ല. അതിപ്പോൾ മനുഷ്യർക്ക് മാത്രമുള്ള ഒരു സംഗതിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഇന്നത്തെ അറിവ് വെച്ചിട്ട് സോക്രട്ടീസ് ചോദിക്കുന്നുണ്ട് പട്ടിക്ക് തത്വചിന്ത ഉണ്ടോ? അദ്ദേഹം പറയുന്നത് തത്വചിന്ത ഉണ്ട് എന്ന്. കാരണം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കുന്നു, അതിനനുസരിച്ച് പെരുമാറുന്നു. അതിനാണല്ലോ നിങ്ങൾ ഫിലോസഫി എന്ന് പറയുന്നത്, തത്വചിന്ത എന്ന് പറയുന്നത്. പട്ടി ഇത് ചെയ്യുന്നുണ്ട്. കാരണം പട്ടിക്ക് തൻ്റെ വീട്ടുകാരൻ്റെ സുഹൃത്തുക്കൾ ആരാണ്, പരിചയമില്ലാത്ത ആൾക്കാർ ആരാണെന്നൊക്കെ അറിയാം. അതിനനുസരിച്ചാണ് പെരുമാറുന്നത്. അപ്പോൾ അത് നിങ്ങളെ കാണുമ്പോൾ കുരയ്ക്കുന്നുണ്ടെങ്കിൽ, കുരച്ച് ചാടുന്നുണ്ടെങ്കിൽ പരിചയമില്ലാന്നും, വാലാടുന്നുണ്ടെങ്കിൽ പരിചയം ഉണ്ടെന്നും, അപ്പോൾ അതിനനുസരിച്ച് അവൻ പെരുമാറുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ എല്ലാ ജീവജാലങ്ങളുടെയും കൂട്ടത്തിലാണ് നമ്മൾ. നമുക്ക് വേറെ പ്രത്യേകിച്ച് എന്താണ്, ഇപ്പോൾ അവിടെ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മരങ്ങളുണ്ട്, ഇഴജാതികളുണ്ട്, ജലജീവികളുണ്ട്, അനവധി. അവരുടെ കൂട്ടത്തിലൊരു കൂട്ടരാണ് നമ്മളിപ്പോൾ നമുക്ക് എന്താ വിശേഷം? മനുഷ്യജീവിക്ക് എന്താണ് വിശേഷം? ഇപ്പൊ സംസ്കൃതത്തിൽ പറയും എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള 4 കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാ? ഒന്ന് ഭക്ഷണം കഴിക്കുക, ആഹാരം. വേറെ ഒന്ന് വിസർജിക്കുക, നിഹാരം. പിന്നെ വിശ്രമിക്കുക, നിദ്ര. പിന്നെ എണ ചേർന്ന് പെറ്റുപെരുക. എണ ചേരാതെ വല്ല അമീബയൊക്കെ ഉണ്ടാവും, സാമാന്യമായിട്ട് അങ്ങനെയാണ്. ഇതിനെയാണ് ചതുഷ്ടയം എന്ന് സംസ്കൃതത്തിൽ പറയാം. ആഹാരം, നിഹാരം, നിദ്ര, മൈഥുനം. ആഹാരം കഴിക്കുക, വിസർജിക്കുക, വിശ്രമിക്കുക, എണ ചേർന്ന് പെറ്റുപെരുക. ഇതെല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട്. ആ ജീവജാലങ്ങൾക്കില്ലാത്ത ഒരു സാധനം ഇന്നത്തെ അറിവ് വെച്ച് ഞാൻ പറയാണ്, നമുക്കുള്ളത് ഭാവനയും ചിന്തയുമാണ്. അവർക്കിപ്പോൾ ഒരു പശു വല്ലതും ഭാവന ചെയ്യുന്നുണ്ടോ നമുക്കിപ്പോൾ ഇന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് അറിയുന്ന മനുഷ്യനെ ഇപ്പോൾ ചിന്തിക്കുന്ന മൃഗമാണ് എന്ന് മനുഷ്യനെ പറ്റി ഒരു നിർവചനമുണ്ട്. കാരണം നമുക്ക് ആഹാരം കഴിച്ചാൽ പോരാ. ഇപ്പം എരുന്ന് തിന്നാൻ പാടില്ല, കട്ട് തിന്നാൻ പാടില്ല, ഭക്ഷണം ദാനം വാങ്ങാൻ പാടില്ല എന്ന് നമ്മൾ അതിനൊരു മൂല്യവ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഇപ്പം റഹീം എന്ന പേരായ ഹിന്ദിയിലെ പ്രധാന കവി, ദോഹ എഴുതിയ കവി പറയും, നീ അധ്വാനിച്ച് നേടിയതാണ് പാല്, ദാനം കിട്ടിയത് പച്ചവെള്ളമാണ്, നീ പിടിച്ചു പറിച്ച ഭക്ഷണം രക്തമാണെന്ന് പറയും. അപ്പം അതിനൊരു മൂല്യം വെച്ചിട്ടുണ്ട്. വിസർജിക്കുന്നതിന് നമുക്കൊരു കണക്കുണ്ട്. എല്ലായിടത്തും നമുക്ക് അങ്ങനെ പൂച്ച ചെയ്യുന്ന മാതിരി, പട്ടി ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇണചേരുന്നതിന് തീർച്ചയായിട്ടും പ്രകൃതിക്കില്ലാത്തൊരു സംഗതിയാണ്. പ്രകൃതിക്ക് പെണ്ണ് ആണ് എന്നേ ഉള്ളൂ. നമുക്കെന്താണ്, നമുക്ക് പെണ്ണ് മാത്രമല്ല പെങ്ങൾ എന്നൊരു സങ്കല്പം വേറെയുണ്ട്. അപ്പം എല്ലാവരോടും ഇണചേരാൻ പറ്റില്ല, എല്ലായ്പ്പോഴും ഇണചേരാൻ പറ്റില്ല. അപ്പോൾ പ്രകൃതിയിൽ അങ്ങനെ അവർക്ക് നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ഇപ്പം നായ്ക്ക് ഇന്ന മാസത്തിൽ ഇണചേരാൻ തോന്നുള്ളൂ എന്നുണ്ട്. നമുക്കങ്ങനെ, നമുക്ക് 24 മണിക്കൂർ എല്ലാ മാസവും ഏത് ആഴ്ചയൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിനൊക്കെ ഒരു മൂല്യം വെച്ചിട്ടുണ്ട്. ആ മൂല്യമാണ് നമ്മളെ മനുഷ്യരാക്കുന്നത്. നമ്മൾ അങ്ങനെ എന്തും എവിടെ നിന്നും കിട്ടിയാൽ നമുക്ക് തിന്നാൻ പറ്റില്ല. പിന്നെ അത് മതങ്ങൾ വരുമ്പോൾ വേറെയും പറയും. ഇപ്പം മുസ്ലിങ്ങൾ പറയും പന്നിയിറച്ചി കഴിക്കാൻ പാടില്ല. ഹിന്ദുക്കൾക്കിടയിലെ സവർണ വിഭാഗത്തിലൊരു വിഭാഗത്തിന് പശുവിറച്ചി കഴിക്കാൻ പാടില്ല. അങ്ങനെ ആ തരത്തിൽ ഒരു ഹറാമും ഹലാലും ഒക്കെ ഉണ്ടാവും. അപ്പം ഇതിനെ നിയന്ത്രിക്കുന്നത്, ഈ തരത്തിലുള്ള നിയന്ത്രണം വരുന്നതിനാണ് സംസ്കാരം എന്ന് പറയുക, കൾച്ചർ. അത് നേച്ചർ അല്ല, ആണ്. 2 കാര്യമുള്ളത്. ഒന്ന് നേച്ചർ, വേറൊന്ന് കൾച്ചർ. നേച്ചർ എന്ന് പറഞ്ഞാൽ ഉള്ളതൊക്കെ പ്രകൃതിയാണ്. വെള്ളച്ചാട്ടം പ്രകൃതിയാണ്, വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രം സംസ്കൃതിയാണ്, അത് കൾച്ചറാണ്. അപ്പം നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവം, നമ്മുടെ മൂല്യബോധം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഈ വ്യത്യസ്തരാക്കുന്നതിന് നമുക്ക് പ്രാപ്തി തരുന്നത് പുസ്തകങ്ങളാണ്. എല്ലാവർക്കും അറിയുന്ന മാതിരി എല്ലാ വേദഗ്രന്ഥങ്ങളിലും, വേദഗ്രന്ഥങ്ങളാണെന്ന് വിചാരിക്കാത്ത കാവ്യങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഈ തരത്തിലുള്ള സ്നേഹത്തെപ്പറ്റി, ക്ഷമയെപ്പറ്റി, കരുണയെപ്പറ്റി അനവധി കഥകൾ. അപ്പം ഈ കഥകളാണ് നമ്മളെ രൂപീകരിക്കുന്നത്. ആദികാവ്യം, രാമായണം എന്ന് പറയും.
അപ്പോൾ ആ രാമായണം നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ആരാണ്? ഭാവനയാണ്. അപ്പോൾ ഉള്ള കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ, ഉള്ളതും ഇല്ലാത്തതും ഇഴചേർന്നിട്ട് ഒക്കെ നമ്മൾ ഭാവന കൊണ്ട് നമ്മളൊരു ലോകം സൃഷ്ടിക്കും. ബുദ്ധൻ കഥ പറയാണ്, ക്രിസ്തു കഥ പറയാണ്. അദ്ദേഹം കഥ എന്നല്ല പറയാം, അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ ഉപമകൾ പറയാം എന്നാണ്, പാരബിൾസ്. ബുദ്ധ പാരമ്പര്യത്തിലെ കഥകളൊക്കെയാണ് ധ്യാനബുദ്ധ കഥകൾ, സെൻ ബുദ്ധിസം എന്ന് പറയും. അങ്ങനെ അപ്പൊ ഞാൻ അതിലൊരു കഥ പറയാം. ഒരു ഗ്രാമത്തിൽ ഒരു സെൻ ഗുരു, ഈ സെൻ എന്ന് പറഞ്ഞ ധ്യാനം എന്നുള്ളതിൻ്റെ ജപ്പാനിൽ ചൈനയിൽ ഉപയോഗിക്കുന്ന വാക്കാട്ടോ. ഒരു ഗുരു ഉണ്ടായിരുന്നു. അപ്പൊ വേറെ ഒരു ഗ്രാമത്തിൽ വളരെ പണ്ഡിതനായ ഒരു ഗുരു ഉണ്ട് എന്ന് കേട്ടു. അപ്പൊ ഇദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് എന്ത് തോന്നി? അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കണം തോന്നി. അപ്പോ ഇയാൾ ചെന്നപ്പോൾ മറ്റേ ഗുരുവിന് മനസ്സിലായി തന്നെ പരീക്ഷിക്കാൻ വന്നാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അപ്പൊ അവിടുത്തെ സൽക്കാരം എന്ന് പറയുന്നത് ഈ തേയില വെള്ളമാണ്, പാലോ പഞ്ചസാരയോ ചേർക്കാത്ത ചായ ആണ് അവർ സൽക്കരിക്കുക. അപ്പൊ ഈ കപ്പിലേക്ക് ചായ ഇങ്ങനെ പകർന്ന് കപ്പ് നിറഞ്ഞിട്ട് ഇദ്ദേഹം നിർത്തിയില്ല, ഒഴിച്ചോണ്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ പരീക്ഷിക്കാൻ വന്ന ഗുരു ചോദിച്ചു, എന്തായി കാണിക്കുന്നത്? അത് നിറഞ്ഞല്ലോ, ഇനി അതിൽ ഒഴിക്കേണ്ട ആവശ്യം എന്താ? മറ്റേ ഗുരു ചോദിച്ചു, നിറഞ്ഞത് പിന്നെ നിറയ്ക്കാൻ പറ്റില്ല അല്ലേ? കാരണം അദ്ദേഹം നിറഞ്ഞു വന്നതാ, നിറഞ്ഞു വന്ന ആൾ പിന്നെ നിറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ അഹമ്മതി, നിങ്ങളുടെ അഹങ്കാരം, നിങ്ങളുടെ താൻപോരിമാഭാവം എന്നുള്ളത് എത്ര ആപത്താണ് എന്ന് പറയുന്ന രീതിയാണ് അവരിങ്ങനെ എപ്പോഴും മൗനത്തിൽ, എല്ലാ കഥകളിൽ. അപ്പോൾ നമ്മുടെ ആളുകൾ മിക്ക സമയത്തും വാക്കിനെ പറ്റി ഇവിടെ സ്വാഗത ഭാഷണത്തിൽ അച്ഛൻ പറഞ്ഞു. ഞാൻ വാക്കിനെ പറ്റി ഒരു കഥ പറയാം. എല്ലാ കഥകളുമാരി ഈ കഥയും തുടങ്ങുന്നത് അങ്ങനെയാണ്. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ്, അന്നത്തെ കാലത്തെ രാജാക്കന്മാരുടെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത് മൃഗയാ വിനോദം എന്ന് പറയും, നായാട്ട്. അപ്പോൾ നിരോധിച്ചു. നായാട്ടിന് പോയി. നായാട്ടിന് പോകുമ്പോൾ സൈന്യങ്ങളുമായിട്ടും സ്വന്തക്കാരായിട്ടും പരിചാരം ഒക്കെ വിട്ടുപോകും രാജാവ്. അപ്പോൾ ഈ നമ്മുടെ രാജാവ് എന്ത് ചെയ്തു? ഈ കാടിളകിയപ്പോൾ ഓരോരുത്തർ ഓരോ ഭാഗത്തായി. ഇദ്ദേഹത്തിൻ്റെ കൂടെ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ പരിചാരകനും മാത്രമാണ്. അപ്പോൾ അവർക്ക് കഴിക്കാനൊന്നുമില്ല, വെള്ളമില്ല, അങ്ങനെ കാടല്ലോ. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഒരു കാട്ടുചോല കണ്ടു. അതിൻ്റെ അടുത്തൊരു പാറയുണ്ട്, അതിൻ്റെ അടുത്ത് വലിയ മരങ്ങളുണ്ട്, കായ്കനികളുണ്ട്. അപ്പോൾ കായ്കനികളൊക്കെ എടുത്ത് ഭക്ഷിച്ച് അവിടുത്തെ വെള്ളം കുടിച്ച് ആ മരത്തണലിൽ ഇവർ വിശ്രമിച്ചു. അപ്പോൾ വിശ്രമിച്ചപ്പോൾ ഉറങ്ങിപ്പോയി. 3 പേരും ഉറങ്ങി. നട്ടപ്പാതിരയ്ക്ക് മഹാരാജാവ് ഉണർന്നു. അതേ നോക്കുമ്പോൾ എന്താ? നല്ല നിറകൊണ്ട പാതിര, നല്ല നിലാവ്, കാട്ടുചോലയുടെ കളകളാരവം, ഇളങ്കാറ്റ് വരുന്നു, കാട്ടുപൂക്കളുടെ സുഗന്ധം വരുന്നു. അതൊക്കെ കണ്ട് ആസ്വദിച്ച് അതേ അങ്ങനെ പോയി. താൻ രാജാവാണ് എന്നുള്ളതൊക്കെ മറന്നിട്ട് ആ സൗന്ദര്യം ആസ്വദിച്ച് അതേ അങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞ് മന്ത്രി ഉണർന്നു. മന്ത്രി നോക്കുമ്പോൾ എന്താ സ്ഥിതി? രാജാവിനെ കാണാനില്ല. പിന്നെ കാട്ടുപൂക്കളുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റും? അദ്ദേഹം രാജാവിനും തെരഞ്ഞു പോയി. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പരിചാരകൻ ഉണർന്നു. അപ്പം എന്താ സ്ഥിതി? രാജാവിനും കാണാനില്ല, മന്ത്രിയും കാണാനില്ല. തൻ്റെ തല പോയതെന്ന് വിചാരിച്ച് പരിഭ്രമിച്ച് അയാൾ പോയി. അയാൾ കാട്ടിൽ നല്ല നല്ല നിലാവിലാണ്. അപ്പം ഈ പരിചാരകൻ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് അന്ധനായൊരു മുനി പർണകുടീരത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കമണ്ടിലൊക്കെ വെച്ച് തപസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പരിചാരകൻ ചോദിച്ചു, എടോ പൊട്ടക്കണ്ണ, ഞങ്ങളുടെ രാജാവ് ഇതിൽ പോയി താൻ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മുനി വളരെ സമാധാനചിത്തനായിട്ട് പറഞ്ഞു, ഇല്ലല്ലോ എന്ന്. കുറച്ച് കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ആ വഴിക്ക് വന്നു ആര്? മന്ത്രി. ആ മന്ത്രി ചോദിച്ചു, ഹേ താപസ, ഞങ്ങളുടെ രാജാവ് ഇതിൽ പോയത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ മുനി പറഞ്ഞു, ഇല്ലല്ലോ. അപ്പം നമ്മുടെ രാജാവ് അവിടെ ഇങ്ങനെ അരിഞ്ഞിറക്കുക. രാജാവിന് പെട്ടെന്ന് ഞാൻ എന്ത് അബദ്ധമാണ് കാണിച്ചത് എന്ന് വെച്ചാൽ അദ്ദേഹം പഴയ പാറപ്പുറത്ത് വന്ന് നോക്കുമ്പോൾ മന്ത്രിയെയും കാണാനില്ല, പരിചാരകനും കാണാനില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഇവർ രണ്ടാളും തിരിഞ്ഞ് പുറപ്പെട്ടു. അദ്ദേഹം കറങ്ങി തിരിഞ്ഞ് ഈ മുനിയുടെ മുമ്പിലെത്തി. അപ്പോൾ രാജാവ് ചോദിച്ചു, മഹാത്മൻ, ആരെങ്കിലും അന്വേഷിച്ച് ഈ വഴി പോകുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? താപസം പറഞ്ഞു, ഉവ് മഹാരാജൻ. ആദ്യം അങ്ങയെ അന്വേഷിച്ച് അങ്ങയുടെ പരിചാരകനും, രണ്ടാമത് അങ്ങയെ അന്വേഷിച്ച് അങ്ങയുടെ മന്ത്രിയും ഈ വഴി വന്നിരുന്നു. എൻ്റെ ഇടതുഭാഗത്ത് കാണുന്ന വഴിയിലൂടെ അവർ മുന്നോട്ട് പോയി. ആ വഴിക്ക് പോയാൽ അങ്ങേക്ക് അവരെ കാണാം എന്ന് പറഞ്ഞു.
അപ്പൊ രാജാവിന് വലിയ അത്ഭുതമായി. അപ്പൊ രാജാവ് ചോദിച്ചു, ഞാൻ അങ്ങയോട് സംശയം ചോദിക്കട്ടെ? ചോദിക്കും. കണ്ടിട്ട് അങ്ങ് അന്ധനാണെന്ന് തോന്നുന്നു. അതെ, ഞാൻ ജന്മന അന്ധനാണ്. പിന്നെ എങ്ങനെയാണ് അങ്ങ് ഞാൻ മഹാരാജാവാണ് എന്നും, ആദ്യം വന്നത് പരിചാരകനാണ് എന്നും രണ്ടാമത് വന്നത് മന്ത്രിയാണെന്നൊക്കെ മനസ്സിലാക്കിയത്? അപ്പോ മുനി പറഞ്ഞു, മഹാരാജൻ, ആളുകളെ അറിയുന്നത് അവരുടെ വാക്കുകൊണ്ടാണ് എന്ന്. എങ്ങനെ? ആളുകളെ അറിയുന്നത് അവരുടെ വാക്കുകൊണ്ടാണ്. നിങ്ങൾ ആരാന്ന് അറിയും നിങ്ങൾ വായ തുറന്നാൽ. തീർന്നു. നിങ്ങൾ തുറന്ന് നിങ്ങളുടെ വാക്കാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന, നിങ്ങൾ വരുന്ന കാറിൻ്റെ വലിപ്പം, നിങ്ങൾ കയറി ഊണ് കഴിക്കുന്ന ഹോട്ടലിൻ്റെ വലിപ്പം, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൻ്റെ വലിപ്പം, നിങ്ങളുടെ ഉടുപ്പിൻ്റെ വലിപ്പം, നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ ബാങ്ക് ബാലൻസ്, ഇതൊന്നും നിങ്ങൾ ആരാണെന്ന് നിർണ്ണയിക്കുന്നില്ല. നിങ്ങൾ ആരാണ് എന്ന് വളരെ കൃത്യമായി നിർണ്ണയിക്കും ആര്? വാക്ക്. കേട്ടോ? ക്രിസ്തു പറയും, മരത്തെ ഫലം കൊണ്ടെന്ന പോലെ ഒരുവനെ അവൻ്റെ പ്രവൃത്തി കൊണ്ട് തിരിച്ചറിയുന്നു എന്ന്. ഒരു നേന്ത്രക്കൊല കിട്ടിയാൽ നമുക്കറിയാം ആ മരം തെങ്ങാണെന്ന്, അല്ലേ? പ്രകൃതിയിൽ കളവില്ല. പ്രകൃതി കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് പെരുമാറുന്നു. അപ്പോ നിങ്ങൾ ആരാണ്, എന്താണ്, എന്ന് നിങ്ങളെ രൂപീകരിക്കാൻ വലിയ വിഷമമുള്ള കാര്യം അത്, കേട്ടോ? അപ്പോൾ പുസ്തകത്തിൻ്റെ പണി നിങ്ങളെ ചിന്തിപ്പിക്കാനാണ്. നിങ്ങൾ പേര് കിട്ടണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ.എ. റിച്ചേർഡ്സ് എന്ന പേരായിട്ട് അതിപ്രസിദ്ധനായൊരു ബ്രിട്ടീഷ് ചിന്തകൻ, സാഹിത്യ നിരൂപകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം എന്നുള്ള പുസ്തകം തുടങ്ങുന്നത്, ആദ്യത്തെ വാക്യതാണ്, എ ബുക്ക് ഈസ് എ മെഷീൻ ടു തിങ്ക് വിത്ത്. നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, സഹായിക്കുന്ന ഒരു യന്ത്രമാണ് പുസ്തകം. അപ്പോൾ ഈ മനുഷ്യന് ഈ ചിന്ത, ഇപ്പം നമ്മൾ എന്താണ്, ഏതാണ്, എങ്ങനെയാണ്, എന്താണ് ഈ സമൂഹം, എന്താണ് ജീവിതം, എന്താണ് പട്ടിണി, എന്താണ് അനീതി, എന്താണ് അന്യായം തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അതിനെ പറ്റിയുള്ള ചിന്തകളും ആലോചനകളും പ്രതിപ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഒക്കെയാണ് നമ്മൾ ആരാണെന്ന് കാണിക്കുന്നത്. ഒരു സംശയമില്ല. ഇപ്പോൾ നിങ്ങൾ ഒരാളുടെ പ്രസംഗം കേട്ടു, അല്ലെങ്കിൽ നിയമസഭയിൽ വലിയ കഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ ഇപ്പോൾ കാണാലോ, ഫേസ്ബുക്കിൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പം അതിൻ്റെ താഴെ വന്നിട്ട് ഏതോ ഒരു കക്ഷി പൊടാ നൈൻ്റവനെ എന്ന് ഒരു പ്രതികരണം ഇട്ടു. ഞാൻ ഉടനെ അതിൻ്റെ അടിയിൽ താങ്ക് യു എന്നടിച്ചു. ആർക്കാണ് അതിൻ്റെ താങ്ക് യു വേണ്ടത്? ഞാൻ വീണ്ടും താങ്ക് യു എന്നടിച്ചു. കൊണ്ടുപോയി ചൊടാ അതിൻ്റെ താങ്ക് യു. ഞാൻ വീണ്ടും താങ്ക് യു എന്നടിച്ചു. അയാൾ എന്തൊക്കെ പറയും, ഞാനിങ്ങനെ താങ്ക് യു അടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ സുഖമായിട്ട് ചിരിച്ച് വീട്ടിലിരിക്കുന്നു. അയാൾ ദേഷ്യം പിടിച്ച് ചാടിക്കളിക്കുകയാണ്. അയാൾ ദുബായിലോ ന്യൂയോർക്കിലോ ബോംബെയിലോ കൊണ്ടോട്ടിയിലോ കോഴിക്കോട്ടോ കൊല്ലത്തോ തിരുവനന്തപുരത്തോ എവിടെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് സ്ഥിതി. അപ്പം നിങ്ങൾ ആരാണ് എന്ന്, നിങ്ങൾ ആരെ ചീത്ത പറഞ്ഞാലും അയാളല്ല മാനക്കേടാവുക, പറയുന്നത് നിങ്ങളെ മാനക്കേടാവുക. ഉണ്ടോ? കാരണം നിങ്ങളെ വായിന്ന ഈ വാക്ക് പുറപ്പെട്ട് തീർന്നില്ലേ? നിങ്ങൾ ആരാന്ന് നിർണ്ണയിച്ചു. അപ്പോൾ പ്രസംഗത്തിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾ പെരുമാറുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു നോട്ടം, നിങ്ങളുടെ ഒരു വാക്ക്, നിങ്ങളുടെ ഒരു പെരുമാറ്റം, നിങ്ങളുടെ ഒരു പ്രതികരണം, നിങ്ങളുടെ മുഖത്ത് അനാവശ്യമായി വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ക്രോധം, ഇത് മുഴുവൻ നിങ്ങളെ നിർണ്ണയിക്കും. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാഷ നിങ്ങൾക്ക് ഒളിക്കാൻ പറ്റില്ല. വളരെ പ്രകൃതിയിൽ വളരെ മിക്ക സമയത്ത് അത് സത്യസന്ധമായിട്ടാണ്. അപ്പോൾ ഇപ്പോഴും നിങ്ങളെ വളരെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു മൂല്യം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അത് വിനയം മാത്രമാണ്. നിങ്ങൾക്ക് വിനയമുണ്ടോ? വേറെ എന്തില്ലെങ്കിലും അതിന് പരിഹാരമുണ്ട്. വിനയമില്ലേ, എന്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ നിങ്ങൾ അറിയുന്ന മിക്ക ആളുകളും, ഞാൻ ബുദ്ധൻ്റെ ഒരു കഥ പറയാം. ബുദ്ധൻ്റെ ആശ്രമത്തിൽ ഒരാൾ വന്നിട്ട് ബുദ്ധനെ കഠിനമായി ചീത്ത പറഞ്ഞു. ബുദ്ധൻ പതിപോലൊന്നും വേണ്ടിയില്ല. അപ്പോൾ അയാൾ പോയി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് വലിയ വിഷമായത്. എന്താണ് അങ്ങ് ഇങ്ങനെ പെരുമാറുന്നത്? അയാളോട് മിണ്ടാതിരിക്കാനും പറയാൻ പാടില്ല ഇങ്ങനെ ചീത്ത പറയുമ്പോൾ. ബുദ്ധൻ അതിനൊന്നും മിണ്ടിയില്ല. ബുദ്ധൻ്റെ പ്രധാന പണി എന്താണ്? ബുദ്ധൻ്റെ പ്രധാനപ്പെട്ട പണി മന്ദഹസിക്കലാണ്, ചിരിക്കുകയാണ്. നിങ്ങൾ ഏത് ബുദ്ധ പ്രതിമ നോക്കിക്കോ, ബുദ്ധൻ്റെ ചിത്രം നോക്കിക്കോ, ഉണ്ട് എന്ന് ഉറപ്പിക്കാവുന്ന ഒരു സാധനം എന്താണ്? മന്ദഹാസ. രാമേന്ദ്രൻ മാഷ്
മരിച്ചുപോയി. വളരെ പ്രധാനപ്പെട്ട കവിയാണ് അദ്ദേഹം. അജന്ത എന്നുള്ള കവിത അവസാനിപ്പിക്കുന്നത് തഥാഗത മന്ദസ്മിതം എന്ന് പറഞ്ഞുകൊണ്ടാണ്. തഥാഗതം എന്ന് പറഞ്ഞാൽ ബുദ്ധൻ, തഥാഗതം എന്നുള്ള വാക്കിനർത്ഥം അങ്ങനെ പോയവെന്നാണ്. അപ്പോൾ ബുദ്ധനോട് ശിഷ്യന്മാരിങ്ങനെ പരാതി പറഞ്ഞു. അദ്ദേഹം പിന്നെ ചിരിച്ചു. കുറച്ച് കഴിഞ്ഞ് വേറെ ഒരാൾ ഒരു സമ്മാനമായിട്ട് വന്നു. അപ്പോൾ ബുദ്ധൻ ചോദിച്ചു, ഇത് എന്താണ്? ഇതൊരു സ്വർണ്ണഹാരമാണ്. എന്തിനാ അത്? അങ്ങേക്ക് സമ്മാനമായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ബുദ്ധൻ പറഞ്ഞു, എനിക്ക് സ്വീകരിക്കാൻ നിവൃത്തിയില്ല. എന്താണ് അങ്ങ് സ്വീകരിക്കാത്തത്? സമ്മാനം കിട്ടിയാൽ തിരിച്ചൊരു സമ്മാനം തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അതുകൊണ്ട് എനിക്കിത് സ്വീകരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ബുദ്ധൻ ശിഷ്യന്മാരെ ഒന്ന് നോക്കി. എന്താ കാര്യം? ആ ചീത്ത പറഞ്ഞവൻ്റെ ചീത്തയൊന്നും താൻ സ്വീകരിച്ചിട്ടില്ല. ഏതുമാതിരി? ഈ സ്വർണ്ണഹാരം സ്വീകരിക്കാത്ത മാതിരി. കേട്ടോ, അത് കൊണ്ടുവന്നവൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ചീത്ത പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി, അല്ലാതെ വേറൊരാൾക്കും പോയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരാളുടെ അവഹേളനം, കഠിനമായ ഭർസനം താൻ സ്വീകരിക്കാത്തത് എന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ച എങ്ങനെയാണ്? ആ സുവർണഹാരം താൻ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു. അപ്പോൾ നമ്മുടെ ചിന്ത വളരാൻ പുസ്തകം അത്യാവശ്യമുണ്ട്. പിന്നെ ഒരു സാധനം നമ്മുടെ ഭാവനയാണ്. നമ്മുടെ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഭാവനയാണ്. അതിലിപ്പോൾ സാഹിത്യത്തിലൊക്കെ ആണെങ്കിൽ, കവിതയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇതൊക്കെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കണം കേട്ടോ, ഇല്ലേ? അതായത് ഇപ്പോൾ ശങ്കരക്കുറുപ്പെന്നോ വൈലോപ്പിള്ളിന്നോ എടശ്ശേരിന്നോ കുഞ്ഞിരാമൻ നായരെന്നോ ഒക്കെ പറഞ്ഞാൽ നിങ്ങളുടെ അല്ലേ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നില്ലേ? ഞാൻ അതിലൊരു ചെറിയൊരു ഉദാഹരണം പറയാം. സാഹിത്യത്തിൽ ഒരു കാര്യം പറയുന്നത് സാധാരണ കാര്യം പറയും പോലെ അല്ല. നിങ്ങൾ കേട്ടിരിക്കേണ്ട ഒരു പേരാണ് ചന്ദനക്കട്ടിൽ എന്നുള്ള കവിത. അത് എഴുതിയത് ജി ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിനാണ് ഇന്ത്യയിൽ ആദ്യമായി ജ്ഞാനപീഠ സമ്മാനം കിട്ടിയത്. അതിൽ ചന്ദനം തെരഞ്ഞു പോവാണ് കുറച്ച് ആശാര്യന്മാരും കുറച്ച് തച്ചന്മാരും കുറച്ച് മേനോക്കിമാരും കൂടിയിട്ട്. അവർ തിരഞ്ഞ അവസാനം ചന്ദനമാണ് എന്ന്. അപ്പോൾ കരിവീട്ടി പോരാ, ചടച്ചു പോരാ, മരുത് പോരാ എന്നൊക്കെ പറഞ്ഞു പോകും. കാരണം തമ്പുരാൻ കൽപ്പിച്ചിരിക്കുകയല്ലേ, തമ്പുരാട്ടിക്കുള്ള മോഹമല്ലേ. എന്താണ്? വെമ്പല നാട്ടിലെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. അപ്പോൾ അവർ ഒരു മരം കണ്ടപ്പോൾ ചന്ദനമാണ് അവർക്ക് സംശയമായി. അപ്പോൾ എന്ത് ചെയ്തു? അവരതിൻ്റെ ഒരു ചില്ല കൊത്തി മണത്തു നോക്കി. ആ കവി പറയാണ്, ചെറുചില്ല കൊത്തി മണത്തു നോക്കി നറുചന്ദനത്തിൻ തണുത്ത ഗന്ധം. ഗന്ധം എന്ന് പറയുന്നത് മൂക്കിൻ്റെ ഒരനുഭവമാണ്, സ്പർശത്തിൻ്റെ അനുഭവമാണ് തണുപ്പ് എന്ന് പറയുന്നത്. തണുത്ത ഗന്ധം എന്ന് എന്തിനാണ് പറഞ്ഞത്? അത് ചന്ദനമാണ് ആയപ്പോൾ അവർക്ക് വളരെ ആശ്വാസമായി എന്ന് പറഞ്ഞിരിക്കുക. തണുത്ത ഗന്ധം. ഒരിക്കലും അത് മര്യാദയ്ക്ക് വായിക്കുന്ന ഒരാൾ മറന്നുപോകില്ല. ഞാനത് വായിച്ചിട്ട് ഒരിക്കലും മറന്നുപോയി. തണുത്ത ഗന്ധം. അപ്പം ഇതിലതുപോലെ ഒരു ഒട്ടകപ്പക്ഷിയുടെ കഥയുണ്ട്. അതിനകത്ത് കഥയിലേക്കൊന്നും പോകാൻ നമുക്ക് സമയമില്ല. അപ്പോൾ നേരം അസ്തമിച്ചു എന്നതിൽ പറഞ്ഞ എങ്ങനെയാണ്? ഒട്ടകപ്പക്ഷിയാണ് അതിലൊരു കഥാപാത്രം. അപ്പോൾ പറയാണ്, നിങ്ങൾക്കറിയാലോ സൂര്യൻ അസ്തമിക്കുന്നു കടലിൽ. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ്, പകലാകും ഒട്ടകപ്പക്ഷി പോയി മികവുറ്റ മുട്ട കടലെടുത്തു എന്നാണ്. പകലിനെ മുഴുവൻ ഒട്ടകപ്പക്ഷിയായിട്ട് സങ്കല്പിച്ചു. എന്നിട്ടോ പകലാകുന്ന ഒട്ടകപ്പക്ഷി പോയി ഒരു മുട്ട ഉണ്ടായിരുന്നു, അത് ആരെടുത്തു? കടലെടുത്തു. കണ്ടോ? നമുക്ക് പിന്നെയും രസം വരുന്നതാണ്. സാഹിത്യത്തെ പറ്റി പറഞ്ഞത് അത് ആലോചിക്കുന്നതോറും അമൃതമായി തീരുന്നതാണ്. സാഹിത്യവും സംഗീതവും സരസ്വതിയുടെ രണ്ട് സ്ഥലങ്ങളാണെന്ന് പറയും. പറഞ്ഞത് സംഗീതമോ സാഹിത്യം സരസ്വത്യാ സ്തനദ്വയം. സരസ്വതിയുടെ രണ്ട് സ്ഥലങ്ങളാണ്. ഏകം ആപാദ മധുരം. ആദ്യത്തേത് സംഗീതം എന്താണ്? ഓരോ വീഴ്ചയിലും മധുരമുള്ളതാണ്. അന്യം മറ്റേത് രണ്ടാമത് സാഹിത്യം എന്താണ്? അത് ആലോചനാമൃതമാണ്, ആലോചിക്കുന്നതോറും അമൃതമായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഭാവന, നമ്മുടെ ചിന്ത, ഇത് രണ്ടും വളർത്താൻ പുസ്തക പാരായണമല്ലാതെ വാസ്തവത്തിൽ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഞാൻ മഹാഭാരതത്തിൽ ഭീഷ്മർ പറഞ്ഞ അതിമനോഹരമായ ഒരു കഥ പറഞ്ഞിട്ട് എൻ്റെ ഭാഷണം അവസാനിപ്പിക്കാം. ഇനിയിപ്പം വേറെ ചോദ്യോത്തരങ്ങളുണ്ടെന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞു. ഭീഷ്മർ കേട്ടോ, മഹാഭാരതം 1,00,000 ശ്ലോകമാണ്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമായിരിക്കും. വാൽമീകി രാമായണം 24,000 ശ്ലോകമേ ഉള്ളൂ.
വ്യാസഭാരതം 1,00,000 ശ്ലോകം, അതിൻ്റെ 4 ഇരട്ടിയാണ്. അതിൽ ശരശയ്യെ കിടക്കുകയാണ് ഭീഷ്മർ. ഈ സമയത്ത് യുധിഷ്ഠിരൻ വന്നിട്ട് പല കാര്യങ്ങളും സംശയം ചോദിക്കും. അപ്പോഴൊക്കെ അദ്ദേഹം അതിന് മറുപടി പറയും. എന്താണ് രാജധർമ്മം, എന്താണ് ചാതുർവർണ്ണം, എന്താണ് ആശ്രമങ്ങൾ, അങ്ങനെ അനവധി കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം ധാരാളം കഥകൾ പറയും. മഹാഭാരതത്തിലെ വലിയൊരു ഭാഗം അങ്ങനെയാണ്. അതിൽ പറഞ്ഞ ഒരു കഥ ഞാൻ പറയാം. ഈ കഥയിലെ നായകൻ്റെ പേര് ഭംഗാസ്വനൻ എന്നാണ്. ഭംഗാസ്വനൻ ഒരു രാജാവാണ്, മഹാസുന്ദരനാണ്, വളരെ മിടുക്കനാണ്, വളരെയധികം ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ആളാണ്. പക്ഷെ അദ്ദേഹത്തിനൊരു ദുഃഖം ഉണ്ടായിരുന്നു. അതായത് മക്കളില്ല. അപ്പം മക്കളുണ്ടാവാൻ വേണ്ടി അദ്ദേഹം ഒരു യാഗം കഴിച്ചു. ആ യാഗം ദേവേന്ദ്രന് ഇഷ്ടമില്ലാത്ത യാഗമാണ്. അദ്ദേഹം കണക്കാക്കിയില്ല, ദേവേന്ദ്രൻ ക്ഷണിച്ചില്ല, ദേവേന്ദ്രൻ ഇഷ്ടമുണ്ടായിരുന്നു നോക്കിയില്ല. അദ്ദേഹത്തിന് ആ വകയിൽ യാഗം കഴിച്ച വകയിൽ 100 മക്കളുണ്ടായി. അപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. 100 മക്കളുമായിട്ട് ഭംഗാസുരൻ മഹാരാജാവ് ജീവിക്കുമ്പോൾ അതേ ഒരിക്കലും നേരത്തെ പറഞ്ഞ നായാടിന് പോയി. ഈ പഴയ രാജാക്കന്മാരുടെ കഥകളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവുണ്ടാക്കുന്നത് നായാട്ടാണ്. ഇപ്പോൾ ദുഷ്യന്തൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് അവിടെ പോയപ്പോഴാണ് ആ കാട്ടുജാതി പെണ്ണിനെ പ്രേമിച്ച് വലൂലാക്കിയത് ദുഷ്യന്തൻ, കേട്ടോ, ശകുന്തള. അപ്പോൾ ഭംഗാസുരൻ എന്ത് പറ്റി? അദ്ദേഹം തൻ്റെ സൈന്യത്തിൽ നിന്ന് വേർപെട്ട് പോയിട്ട് ഇങ്ങനെ പോയി വഴിതെറ്റി ഇങ്ങനെ തിരിഞ്ഞു പോയിട്ട് അദ്ദേഹം ഒരു പൊയ്ക കണ്ടു. അപ്പോൾ ദാഹിക്കുന്നു, വിശക്കുന്നു, ക്ഷീണം. അപ്പോൾ അതേ ആ പൊയ്കയിൽ നിന്ന് കുടിച്ചു, വിശ്രമിച്ചു. പിന്നെ ക്ഷീണം മാറാൻ വേണ്ടി അതിലിറങ്ങി മുങ്ങിയപ്പോൾ ഒരു അബദ്ധം പറ്റി. എന്താണ്? മുങ്ങി അദ്ദേഹം പൊങ്ങുമ്പോൾ അദ്ദേഹം ഒരു സുന്ദരിയായി യുവതിയായി രൂപം മാറിപ്പോയി. ആ പൊയ്കയിൽ ആരിറങ്ങി മുങ്ങിയാലും സ്ത്രീയായി പോവും എന്ന പ്രത്യേകത അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. ദേവേന്ദ്രൻ അറിയാം. ദേവേന്ദ്രൻ അങ്ങനെ വഴിതെറ്റിച്ച് അവിടെ എത്തിച്ച. അപ്പോൾ ഭംഗാസുരൻ ഒരു യുവതിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ നിവൃത്തിയില്ല, എങ്ങനെയൊക്കെയോ കൊട്ടാരത്തിലെത്തി. അപ്പോൾ അദ്ദേഹത്തെ ആരും അറിയില്ല, ഭാര്യയും മക്കളും ഒന്നും അദ്ദേഹത്തെ അറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭംഗാസുരനാണ്, ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് മക്കളെ ഭരണം ഏൽപ്പിച്ച് അദ്ദേഹം കാട്ടിലേക്ക് പോയി തപസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അദ്ദേഹം ഈ സുന്ദരിയായ യുവതിയെ കണ്ടിട്ട് ഒരു യുവ താപസൻ അവളെ കല്യാണം കഴിച്ചിട്ട് അതിൽ 100 മക്കളുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഭംഗാസുരൻ എന്നുള്ള യുവസുന്ദരി എന്ത് ചെയ്തു? 100 മക്കളെയും കൊണ്ടുവന്ന് കൊട്ടാരത്തിലാക്കിയിട്ട് തിരിച്ച് കാട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ അവർ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ദേവേന്ദ്രൻ ഇത് കണ്ട് അസൂയ സഹിക്കുന്നില്ല. എന്താണ്? ഈ അപകടമൊന്നും പറ്റിയിട്ട് ഇയാൾക്കൊരു ബുദ്ധിമുട്ട് പറ്റിയിട്ടില്ല, ഇയാൾ സുഖമായിട്ടിരിക്കുന്നു. ഇയാൾക്ക് 100 മക്കളുടെ അച്ഛനായി, 100 മക്കളുടെ അമ്മയായി, അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ദേവേന്ദ്രൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ വന്നിട്ട് ഈ മക്കളുടെ ഇടയിൽ വലിയ ഏഷണി ഉണ്ടാക്കി. അതാണല്ലോ നമ്മൾ ചെയ്യുക അസൂയ വന്നാൽ. എന്താ പറഞ്ഞത്? ഈ താപസൻ്റെ മക്കൾ എങ്ങനെയാണ് രാജകുമാരന്മാരാവുക, അവർക്കെങ്ങനെ രാജാധികാരം ഉണ്ടാവുക, അവരെങ്ങനെയാണ് രാജധാനി താമസിക്കുക, അവരെങ്ങനെ ഇവിടുന്ന് ഊണ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് തിരിപ്പുണ്ടാക്കിയിട്ട് ഇവർ തമ്മിൽ വർത്തമാനം പറഞ്ഞ് പിണങ്ങി കലഹമായി യുദ്ധമായി 200 ആൾ മരിച്ചു. ഈ വിവരം അറിഞ്ഞ് കാട്ടിലിരുന്ന് ഭംഗാസുരൻ എന്ന് പറയുന്ന സുന്ദരി കരയുമ്പോൾ വേഷം മാറി ദേവേന്ദ്രൻ വന്ന് ചോദിച്ചു, എന്താ കരയുന്നു? ഒന്നും അറിയാത്ത മാതിരി. അപ്പോൾ ആ യുവതി പറഞ്ഞു, എനിക്ക് 100 മക്കളുണ്ടായിരുന്നു, ഞാൻ പുരുഷനായിരുന്നപ്പോൾ, സ്ത്രീയായപ്പോൾ 100 മക്കളുണ്ടായിരുന്നു, ഈ 200 മക്കൾ തമ്മിൽ തച്ച് നശിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയാണ്. അപ്പോൾ ആ കരച്ചിൽ കണ്ടപ്പോൾ ദേവേന്ദ്രന് വലിയ സന്തോഷമായി. എന്താണ്? ശിക്ഷ കൊടുത്തൽ പറഞ്ഞു, ഞാൻ ദേവേന്ദ്രനാണ്, നീ ഇന്ന മാതിരി യാഗം കഴിച്ചു, അതിൻ്റെ ശിക്ഷയായിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഭംഗാസുരൻ എണീറ്റ് കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു, അയ്യോ അതെനിക്ക് അബദ്ധം പറ്റാണ്, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അതും ദേവേന്ദ്രൻ ഇഷ്ടമായി. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, നിനക്ക് ഞാൻ 100 മക്കളെ തിരിച്ചു തരാം, 100 മക്കളെ ഞാൻ ജീവിപ്പിക്കാം. ഏത് മക്കളെ ജീവിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു. വലിയ പ്രശ്നമാണല്ലോ അല്ലേ? അപ്പോൾ ഭംഗാസുരൻ പറഞ്ഞു, എനിക്ക് ഞാൻ പ്രസവിച്ച മക്കളെ തിരിച്ചു തന്നാൽ മതി. അപ്പോൾ ദേവേന്ദ്രൻ ചോദിച്ചു, അതെന്താ? അപ്പോൾ അവൾ പറഞ്ഞു, സ്നേഹമുള്ളത് അച്ഛനല്ല അമ്മയ്ക്കാണെന്ന് എനിക്കറിയാം. 100 മക്കളുടെ അച്ഛനായിരുന്നു ഞാൻ, അവരോടില്ലാത്ത സ്നേഹം ഞാൻ പെറ്റ മക്കളോടുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രസവിച്ച 100 മക്കൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദേവേന്ദ്രൻ ദയവ് തോന്നിയിട്ട് 200 മക്കളെയും ജീവിപ്പിച്ചു. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, നീ കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളുടെ പൗരുഷം മടക്കിത്തരാം, നിങ്ങളുടെ രാജ്യം മടക്കിത്തരാം, അവിടെ പോയി രാജ്യം ഭരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭംഗാസുരൻ പറഞ്ഞു, അത് വേണ്ട. എന്താ? എനിക്ക് മനസ്സിലായി,
ലൈംഗികമായ ആനന്ദം ഏറ്റവും അധികം അനുഭവിക്കുന്ന സ്ത്രീയാണ്. മക്കളോട് ഏറ്റവും സ്നേഹം ഉള്ളത് സ്ത്രീക്കാണ്. അതുകൊണ്ട് എനിക്ക് ഈ സ്ത്രീത്വം മതി, എനിക്ക് പൗരുഷം വേണ്ട, എനിക്ക് രാജ്യം വേണ്ട, ഞാൻ ഈ കാട്ടിൽ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു. ഭാവന. പുരുഷൻ്റെയും സ്ത്രീയുടെയും ജീവിതം ഏതളവിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അതിമനോഹരമായ കാവ്യാത്മകമായ ഒരു ആവിഷ്കാരമാണ്. ഇത്തരത്തിൽ അനവധി കാര്യങ്ങൾ ഇതിപ്പോൾ പറഞ്ഞാൽ നേരം എടുക്കുന്നവരെ പറയാം. നമ്മുടെ ചെറുകഥാകൃത്തുക്കൾ, നമ്മുടെ കവികൾ, നമ്മുടെ ഇതിഹാസകാരന്മാർ, വ്യാസൻ, കാളിദാസൻ, ഭവഭൂതി, അങ്ങനെ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വേറെ എന്ത് ചെയ്തില്ലെങ്കിലും വായന ഒരു ശീലമാക്കുക. ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ്. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം ഞാൻ ആവർത്തിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് പുസ്തകമായിരിക്കും. നിങ്ങളോട് അസൂയ കാണിക്കാത്ത, നിങ്ങൾക്കെതിരായിട്ട് ഏഷണി പറയാത്ത, നിങ്ങൾക്കെതിരായിട്ട് പാര വയ്ക്കാത്ത, നിങ്ങളോട് ജാതി മതവും പറയാത്ത, നിങ്ങളോട് രാഷ്ട്രീയം പറയാത്ത ഏറ്റവും അടുത്ത സുഹൃത്ത്. നിങ്ങൾക്കൊരു പുസ്തകമുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഒരു പുസ്തകവും ഒരു പൂങ്കാവനവും ഉണ്ടെങ്കിൽ ഒരാൾക്ക് വേണ്ടതൊക്കെ ആയി. അതുകൊണ്ട് ഏറ്റവും വലിയ ഭക്ഷണം, ഏറ്റവും വലിയ ലഹരി, ഇപ്പോൾ വലിയ പ്രശ്നം ലഹരി. ആലോചിച്ച് നോക്കൂ, ഈ മനുഷ്യൻ അവനെതിരായിട്ട് കണ്ടുപിടിക്കും. മനുഷ്യൻ കണ്ടുപിടിച്ചാണ് ഈ സാധനം, ഇത് മദ്യം കേട്ടോ. ഇതിനെപ്പറ്റിയുള്ള ചരിത്രം ഞാൻ വായിച്ചത്, അത് അറേബ്യയിൽ പിറന്നു എന്നാണ്. മദ്യം, റാക്ക് എന്നുള്ള വാക്ക് അറബിയാണ്, ആൽക്കഹോൾ എന്നുള്ള വാക്ക് അറബിയാണ്, അൽ കൊഹുൽ എന്നുള്ള അറബി വാക്ക് നിന്നാണ് ആൽക്കഹോൾ ഉണ്ടായത്. പുകവലി ഉണ്ടായത് അമേരിക്കയിലാണ്, 4000 കൊല്ലമായി. അപ്പോൾ മറ്റേതിന് അതിനേക്കാൾ പഴക്കമുണ്ട്. അപ്പം നമുക്ക് ഒരു ഗുണമില്ലാത്തൊരു സാധനമാണ് മദ്യം, ഒരു ഗുണമില്ലാത്ത സാധനമാണ് മയക്കുമരുന്ന്, ഒരു ഗുണമില്ലാത്ത സാധനമാണ് പുകവലി. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. നമ്മുടെ ശാസ്ത്രീയ ബോധം ഉപയോഗിച്ച്, നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് നമുക്കെതിരായത് കണ്ടുപിടിക്കാം. ഏറ്റവും ലഹരിയുള്ള എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കലയാണ്. അതിൽ ഏറ്റവും പ്രധാനം സാഹിത്യമാണ്, സാഹിത്യകലയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ സാഹിത്യമാണ് എല്ലാ സംസ്കാരത്തിൻ്റെയും അടിപ്പടവായിട്ട് ചരിത്രത്തിൽ കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സമ്മേളനത്തിൻ്റെ പ്രസക്തി അത് നിങ്ങളെ മനസ്സിലാക്കിയപ്പോൾ രാധിക ഇവിടെ അതിൻ്റെ ലഭ്യതയെപ്പറ്റി, പുസ്തകങ്ങളുടെ ലഭ്യതയെപ്പറ്റി പറഞ്ഞു. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയൊരു സംഭാവന ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുണ്ടായിരുന്നത്. അദ്ദേഹം പള്ളിയറ ശ്രീധരൻ പറയുമ്പോഴാണ് കേരളത്തിന് പുറത്ത് എവിടെ ഇത്തരം സംഗതി ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുണ്ടായിരുന്നത്. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. കുട്ടികൾക്ക് കൊടുക്കേണ്ടത് പുസ്തകങ്ങളാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് പുസ്തകങ്ങൾ ആവശ്യപ്പെടണം. കൂട്ടുകാർക്ക് കൊടുക്കുന്നത് പുസ്തകമാവണം, കൂട്ടുകാരൻ സ്വീകരിക്കുന്ന പുസ്തകമാവണം ആലോചനാ വിഷയം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം ബോറടിക്കില്ല. ഒരു പ്രധാന കാര്യമാണ്. ബോറടി മാറ്റാൻ മദ്യം കഴിക്കണം, അല്ലെങ്കിൽ പുക വലിക്കണം, അല്ലെങ്കിൽ മയക്കുമരുന്ന് വേണം എന്തൊക്കെ വിചാരിക്കുന്നത് ആത്മഹത്യാപരമാണ്. അപ്പോൾ ഞാൻ കേട്ട MDMA എന്നുള്ളതിനെപ്പറ്റി ഞാൻ വായിച്ചത്, ഒരു തവണ ഉപയോഗിച്ചാൽ അതിൻ്റെ അടിമയായി പോകുന്ന. അപ്പോൾ അതുകൊണ്ട് ആ ജീവിതം ഒരു ലഹരിയാക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന പുസ്തകമാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഈ വേദിയുടെയും സഭയുടെയും അനുവാദത്തോടു കൂടി ഈ വലിയ സാംസ്കാരിക ദൗത്യം ഉൾക്കൊള്ളുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. പിന്നെ വളരെ മനോഹരമായി ലേഔട്ട് ചെയ്ത ഈ ക്യാമ്പസിനെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിൽ വലിയ കഷ്ടമാണ്. എന്ന് വെച്ചാൽ കേട്ടോ, എന്തൊരു വിശാലതയാണ്. സ്പേസ് കാണുന്നത് തന്നെ നമ്മുടെ മനസ്സിനെ വിശാലമാക്കും. നിങ്ങൾ കടൽ കാണണം, നിങ്ങൾ മലകൾ കാണണം, നിങ്ങൾ ട്രെയിൻ കാണണം, നിങ്ങൾ ആനകളെ കാണണം. എന്താണ് വലുപ്പം എന്നുള്ളൊരു സംഗതി ഉണ്ട്. KGS കവിതയിൽ പറയുന്നുണ്ട്, ആളുകൾ കണ്ടാണ് ഈ കടലുകൾ ഇങ്ങനെ വിശാലമായത്. അതുകൊണ്ട് ഞാൻ അച്ഛനെ എല്ലാ മലയാളികൾക്കും വേണ്ടി ഞാൻ അനുമോദിക്കുകയാണ്. ഇത്ര മനോഹരമായി ഈ ക്യാമ്പസ് ലേഔട്ട് ചെയ്ത്, എൻ്റെ പച്ചപ്പ് എനിക്കത് വളരെ വളരെ യാതൊരു സംശയം ഒരു കലാരൂപമായിട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ വെടിപ്പ്, അതിൻ്റെ വൃത്തി, അതിൻ്റെ പച്ചപ്പ്, അതിൻ്റെ സ്പേസ്. ഇങ്ങനെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്പേസ്, ഒരു സ്ഥലം ഉണ്ടാക്കുവാൻ പുസ്തകങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ OV വിജയനെയോ ബഷീറിനെയോ MTയെയോ ആനന്ദിനെയോ മാധവിക്കുട്ടിയെയോ കാക്കനാടനെയോ വായിക്കുമ്പോൾ അത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല, അത് അനുഭവിച്ചറിയണം. അങ്ങനത്തെ വലിയ അനുഭവങ്ങൾ, വലിയ അനുഭൂതികൾ, അഗാധമായ അനുഭവങ്ങളെ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
ഞാൻ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.